കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന കാത്തിരിപ്പ് പോലെ തന്നെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന കാത്തിരിപ്പ് നീളുകയാണ്. ഒരുപക്ഷെ അത് സംബന്ധിച്ച തീരുമാനം വളരെ പെട്ടെന്നുണ്ടാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയായിരുന്നു ഇത്തവണ CPIM-നും ഉണ്ടായത്. ഇടതുപക്ഷത്തിന് ഒന്നാകെ LDF-ന് ഒന്നാകെ കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടത് വന്നത്. CPI-ക്കും വലിയ തോൽവി സംഭവിച്ചു. CPIM-ഉം CPI-യും ഉൾപ്പെടുന്ന ഒരു മുന്നണിയായി ഇടതുമുന്നണി ചുരുങ്ങുകയും ചെയ്തു എന്നതാണ്. കേരള കോൺഗ്രസ് എമ്മിനൊക്കെ ഒരംഗത്തെ പോലും നിയമസഭയിലേക്ക് എത്തിക്കാൻ സാധിച്ചുമില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഈ കനത്ത തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതാ ഈ തോൽവി എങ്ങനെ സംഭവിച്ചു, തോൽവിക്ക് കാരണമായ പശ്ചാത്തലം എന്ത്, അതിലെന്തു മാറ്റങ്ങൾ വരുത്തണം, അതുമായി ബന്ധപ്പെട്ട നേതൃയോഗങ്ങൾക്ക് തുടക്കമാകുന്നു. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ചേരുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ അടുത്ത 2 ദിവസങ്ങളിലായി ചേരുന്നു. അത് സംസ്ഥാന കമ്മിറ്റി യോഗം ആണ്. ഈ തോൽവി സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തൽ ഉൾപ്പെടെ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതേസമയം തന്നെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്നത് സംബന്ധിച്ച തീരുമാനവും ഉണ്ടാകേണ്ടത്. നേരത്തെ PB ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല എന്നതാണ്. അതായത് കേരളത്തിൽ തന്നെ തീരുമാനിക്കട്ടെ അടുത്ത പ്രതിപക്ഷ നേതാവ് ആര് എന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവ്, അതുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഉപനേതാവ് എന്ന പദവി നൽകണം എന്ന് CPI ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് പരസ്യമായി തന്നെയാണ് അത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ CPIക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ഉപനേതാവ് എന്ന പദവി നൽകിയേക്കില്ല എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഈ ഉപനേതാവ് എന്ന പദവി നൽകുമോ എന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് VV അരുണിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് പരിശോധിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ എങ്ങനെ വിശകലനം ചെയ്യുന്നു, ഒപ്പം പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏത് തരത്തിലാണ് CPI-ൽ നടക്കുന്നത് എന്നതാണ്. അരുൺ, 2 പേരുകൾ ആണല്ലോ അതിൽ മുന്നിൽ നിൽക്കുന്നത്. പിണറായി വിജയന്റെ പേര് തന്നെയാണ്. പിണറായി വിജയൻ പിന്മാറുകയോ അതല്ലെങ്കിൽ പിണറായി വിജയന് എതിർപ്പുയരുകയോ ഒക്കെ ചെയ്താൽ KN ബാലഗോപാലിന്റെ പേരാണ് പരിഗണിക്കപ്പെടുന്നത്. ഈ 2 പേരുകൾക്ക് തന്നെയല്ലേ ഇപ്പോഴും പ്രാമുഖ്യം? അഭിലാഷ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം 10 മണിക്ക് ആരംഭിച്ചു. അത് തുടരുകയാണ്. നാളെയും മറ്റന്നാൾ സംസ്ഥാന സമിതി ചേരും. അതിനുശേഷം ജില്ലകളിലും സമാനമായ നേതൃയോഗങ്ങൾ ചേർന്നാകും CPM തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിലയിരുത്തുന്ന അപ്പുറത്തേക്ക് CPM-ന്റെ നിയമസഭാ കക്ഷി നേതാവിന്, അതായത് ഇടതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ കൂടി തീരുമാനിക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാനാണ് എല്ലാ സാധ്യതയും. പിണറായി വിജയൻ മാറി നിന്നാൽ മാത്രം ഒന്നുകിൽ അദ്ദേഹം തനിക്ക് ഇതിൽ താല്പര്യമില്ലാതെ മാറി നിൽക്കണം, അല്ലെങ്കിൽ വലിയ എതിർപ്പ് ഈ നേതൃയോഗങ്ങൾ ഉയർന്നു വരണം. അല്ലാത്ത സാഹചര്യത്തിൽ പിണറായി തന്നെ പ്രതിപക്ഷ നേതാവും. ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് പിണറായിക്ക് കാര്യമായ എതിർപ്പുണ്ടാകാൻ ഇടയില്ല, അദ്ദേഹം മാറി നിൽക്കാനും ഇടയില്ല. എങ്കിൽ ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ധാരണയാകും. പോളിറ്റ് ബ്യൂറോ യോഗം സംസ്ഥാനം തീരുമാനിക്കാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന സെക്രട്ടറി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. സംസ്ഥാന സമിതിയുടെ അംഗീകാരത്തോടുകൂടി വ്യാഴാഴ്ച പ്രഖ്യാപനമുണ്ടാകും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വന്നില്ലെങ്കിൽ പകരം KN ബാലഗോപാൽ തന്നെയാണ് സാധ്യത. അദ്ദേഹം മുൻ ധനമന്ത്രിയാണ്, കേന്ദ്ര കമ്മിറ്റി അംഗവും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. ആ രീതിയിലാണ് CPM ചർച്ചകൾ പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഒരു നേതാവിന് മാത്രമല്ല എന്ന് ഇന്നലെ പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിരുന്നു. പിണറായി വിജയൻ ലഭിച്ച നെഗറ്റീവ് വോട്ടുകൾ, പിണറായി വിജയൻ എന്ന നേതാവിനോടുള്ള അതൃപ്തി കൂടി ജനങ്ങൾ കടുത്ത നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് വലിയ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായെന്ന വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത് ഘടകകക്ഷികളടക്കം ചിലർ അവരുടെ നേതൃയോഗങ്ങൾ അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചു. പക്ഷേ പിണറായി വിജയനെ മാത്രം പഴിചാരാൻ CPM തയ്യാറാകില്ല. തോൽവിയുടെ കൂട്ടുത്തരവാദിത്തം നിലപാടിലാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ എത്തിച്ചേർന്നത്. പക്ഷേ പിണറായിയുടെ ശൈലിയിലടക്കം നേരത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സംസ്ഥാന സമിതിയിലും സമാനമായ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും ഇതാണ് CPIM-നുള്ളിൽ നടക്കുന്നത് എങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്, ഈ ഉപനേതാവ് എന്ന ആവശ്യം CPI ഉന്നയിക്കുമ്പോൾ അതിനോട് അനുകൂലമാകുന്ന തരത്തിലല്ല CPI-ൽ നിന്നുണ്ടാകുന്ന പ്രതികരണം എന്നതാണ്. അതായത് CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി നൽകിയേക്കില്ല എന്നുള്ളതാണ്. ഉപനേതാവ് പദവി നൽകണമെന്ന് CPI പരസ്യമായി ആവശ്യപ്പെട്ടതിൽ CPM-നകത്ത് കടുത്ത അതൃപ്തിയുമുണ്ട്. ഉപനേതാവ് പദവിയിൽ തീരുമാനമായിട്ടില്ല എന്നാണ് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. പരസ്യമായിട്ടാണ് CPI ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് കാണുന്നത്? തീരുമാനിച്ചിട്ടില്ല.
യെസ്, അരുൺ തന്നെ തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോഴിതാ ടി.പി. രാമകൃഷ്ണന്റെ പ്രതികരണം, അതോടൊപ്പം CPI വലിയ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ വലിയ ആവശ്യം ഉന്നയിക്കുന്നു. അത് ബിനോയ് വിശ്വം നേരിട്ട് അറിയിച്ചിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷേ CPIക്ക് അങ്ങനെ ഒരു ഉപനേതാവ് പദവി നൽകേണ്ടതില്ല എന്ന് തന്നെയാണോ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്? അഭിലാഷ, ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള ദുർബലാവസ്ഥയിലാണ് സംസ്ഥാനത്തെ CPM. ആ സാഹചര്യം നോക്കിയാണ് CPI ഉപനേതാവ് പദവിയിലേക്ക് കണ്ണുവയ്ക്കുന്നത്. ഉപനേതാവ് പദവി സാധാരണ നിയമസഭാ ചട്ടപ്രകാരമോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിലോ പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു പദവിയില്ല. പക്ഷെ 96 മുതൽ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ നേതാവിനെ ഉപനേതാവെന്ന് സംബോധന ചെയ്യാറുണ്ട്. 96-ൽ G. കാർത്തികേയനെ അന്നത്തെ സ്പീക്കർ M. വിജയകുമാറിന് ആദ്യം അത്തരമൊരു സംബോധന നടത്തിയത്. പിന്നീട് 2006-ലും 2011-ൽ VS പ്രതിപക്ഷ ആയപ്പോൾ കോടിയേരിയെ ഉപനേതാവായി കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം 2014-ലും 2021-ലും ഒക്കെ ലീഗിലെ നേതാക്കളെ ഉപനേതാവെന്ന പദവി വിശേഷണം നൽകി പലപ്പോഴും സ്പീക്കർമാർ ഉൾപ്പെടെ സംബോധന ചെയ്തിരുന്നു. അതോടുകൂടിയാണ് ഉപനേതാവ് എന്നൊരു പദവി ഇങ്ങനെ സ്ഥിരപ്പെട്ടത്. എന്നാൽ അത് ഭരണഘടനാപരമായ ഒരു പദവിയല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പദവി CPIക്ക് വിട്ടുകൊടുക്കേണ്ട എന്നാണ് CPMന്റെ തീരുമാനം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായാൽ KN ബാലഗോപാലിനെയാണ് CPI ആ പദവിയിലേക്ക് CPM ആ പദവിയിലേക്ക് കണ്ടുവയ്ക്കുന്നത്. എന്നാൽ CPI അത് പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടു. അതിൽ CPMന് കടുത്ത അതൃപ്തിയുണ്ട്. എന്തെങ്കിലും ആവശ്യം CPIക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകിൽ ഉഭയകക്ഷി ചർച്ചയിലോ അല്ലെങ്കിൽ മുന്നണി യോഗത്തിലോ ആവശ്യപ്പെടാമായിരുന്നു. അതിന് പകരം മാധ്യമങ്ങളിലൂടെ ആ വിവരം പുറത്തു വന്നതിൽ കടുത്ത അതൃപ്തി മുന്നണി കൺവീനറുടെ കടക്കമുണ്ട്. അതിന്റെ വാക്കുകൾ ഏറെക്കുറെ അത് സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ. 2 മണിക്ക് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. പക്ഷേ CPI ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനിക്കുന്നത്. ഒരു കാരണവശാലും അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതാണ് CPIയുടെ നിലപാട്. 8 സീറ്റ് CPIക്കുണ്ട്. അവർക്ക് നേരത്തെ 17 ആയിരുന്നു. പകുതിയിലേറെ കുറഞ്ഞെങ്കിലും CPMന്റെ ഇപ്പോൾ ദുർബലാവസ്ഥ കൂടി പരിഗണിച്ചാണ് ഒരൊറ്റ നേതാവിൽ നിയമസഭയിലെ നേതൃത്വം ഒതുങ്ങരുത്. ഒരു കൂട്ട നേതൃത്വം വേണമെങ്കിൽ ഉപനേതാവ് പദവി CPIക്ക് നൽകണം. CPIയുടെ നിയമസഭാ കക്ഷി നേതാവായി നേരത്തെ K. രാജനെ തിരഞ്ഞെടുത്തിരുന്നു, റവന്യൂ മന്ത്രിയെ തിരഞ്ഞെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉപനേതാവ് പദവിയിലേക്ക് കൂടി കൊണ്ടുവരാനാണ് CPIയുടെ ആഗ്രഹം. പക്ഷേ ഒരു കാരണവശാലും അതിന് വഴങ്ങേണ്ടതാണ് CPMന്റെ ഇപ്പോഴത്തെ ധാരണ. ഇനി സെക്രട്ടേറിയറ്റ് യോഗവും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ വിഷയം ചർച്ച ചെയ്തും അതിനുശേഷം ഔദ്യോഗികമായി CPI ആവശ്യപ്പെട്ടാൽ അങ്ങനെ ഒരു പദവി ആവശ്യപ്പെട്ടാൽ അവരെ അറിയിക്കും. ഉപനേതാവ് പദവി വിട്ടു നൽകാൻ കഴിയില്ല. അത് CPM തന്നെ കൈവശം വയ്ക്കുമെന്ന നിലപാട് CPI അറിയിക്കും. യെസ്, എന്തായാലും വലിയ പ്രതിഷേധം ആയിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം പല ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നത്. എങ്കിൽ അതിലേറ്റവും വലിയ പ്രതിഷേധം ഉയർന്നത് CPIയിൽ ആയിരുന്നു. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം സംബന്ധിച്ച് കൃത്യമായി നയസമീപനങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിക്കകത്ത് വൈവിധ്യം ഉണ്ടാകേണ്ടതുണ്ട്. ഒരു നേതാവിലേക്ക് പൊതുവിൽ മുന്നണി കേന്ദ്രീകരിക്കുന്നതിനെ അടക്കം വലിയ തോതിൽ വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നു CPIയുടെ യോഗങ്ങളിൽ. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഉപനേതാവ് എന്ന നിലയിലേക്കുള്ള ആവശ്യം ഉയർന്നു വന്നത്. പക്ഷേ അത് അംഗീകരിക്കില്ല CPIM എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. അതേസമയം ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയായി തുടരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നത് നമുക്കറിയാം. ഈ കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്നതിനിടെ തന്നെ ക്ലിഫ് ഹൗസ് എന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. ആ വസതി ഒഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ വത്സല നഴ്സിംഗ് ഹോമിന് സമീപത്ത് വാടക വീട്ടിലേക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ താമസം മാറിയിട്ടുള്ളത്. ഡൽഹി പൊളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ് പിണറായി വിജയൻ മടങ്ങിയെത്തിയത് ഇവിടേക്ക് ആയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ക്ലിഫ് ഹൗസിൽ നിന്ന് വീട്ടു സാധനങ്ങളും ഉൾപ്പെടെ ഇവിടേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനി VV അരുണിന്റെ റിപ്പോർട്ട് കാണാം. പിണറായി വിജയന്റെ പുതിയ വാടക വസതിയാണത്. 10 വർഷം അദ്ദേഹം ക്ലിഫ് ഹൗസിലായിരുന്നു മുഖ്യമന്ത്രി നിലയിൽ താമസിച്ചത്. അതിനുശേഷം അദ്ദേഹം ഇവിടേക്ക് മാറുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വരുമെന്ന അഭ്യൂഹങ്ങളുണ്ട്, ചർച്ചകളുണ്ട്. ഒരുപക്ഷെ അതുവരെയാകാം അദ്ദേഹം ഇവിടെ താമസിക്കുക. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം ദീർഘനാൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി, 18 വർഷത്തോളം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ AKG സെന്ററിന് എതിർവശത്തുള്ള സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കുള്ള ഫ്ളാറ്റിലാണ് 17 വർഷം താമസിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി നിലയിൽ ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നത്. ഇവിടെ അദ്ദേഹം ഈ വാടക വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഡൽഹിയിൽ നിന്ന് തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളുണ്ടായിരുന്നു. മുൻമന്ത്രി V. ശിവൻകുട്ടി, CPMന്റെ ജില്ലയിലെ പ്രധാന നേതാക്കളൊക്കെ ഇവിടെ അദ്ദേഹത്തിന്റെ ഒപ്പം ഈ പുതിയ വീട്ടിലേക്ക് വരികയും ചെയ്തു. അതിന്റെ സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. നമുക്കറിയാം പിണറായി വിജയൻ ദീർഘനാൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നയാൾ. അദ്ദേഹം ഇവിടെ സ്വന്തമായി ഇതുവരെയും അദ്ദേഹത്തിന് വീടില്ല. പകരം അദ്ദേഹം പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച്
പ്രവർത്തിക്കുമ്പോൾ മുതൽ AKG സെന്ററിലാണ് താമസിച്ചിരുന്നത്. AKG സെന്റർ ഇരുവശത്തുള്ള സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കുള്ള ഫ്ളാറ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിന്നീട് ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ ശേഷം അദ്ദേഹം കാവൽ മുഖ്യമന്ത്രി തുടരുമ്പോഴും ഔദ്യോഗിക വാഹനമടക്കം ഒഴിവാക്കിയാണ് സഞ്ചരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഡൽഹിയിൽ ചേർന്ന പൊളിറ്റ് ബ്യൂറോ യോഗത്തിലും അത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു. നാളെ CPM-ന്റെ സംസ്ഥാന ചൊവ്വാഴ്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗമുണ്ട്. അടുത്ത 2 ദിവസം സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗങ്ങളിൽ ഒരുപക്ഷെ ആരാകും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും, ധാരണയുണ്ടാകും. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവുകയാണ്. അദ്ദേഹം കന്റോൺമെന്റ് ഹൌസിലേക്ക്, ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലേക്ക് താമസം മാറും. അതുവരെയാകും അദ്ദേഹം ഇവിടെ തുടരുക. ഏതായാലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഈ വീട്ടിലാകും താമസിക്കുക എന്ന് നമുക്കറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിന് പിൻവശത്തുള്ള പാരീസ് റോഡിലാണ് പിണറായിയുടെ പുതിയ വസതി. ഏതായാലും ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ നേരെ ഇവിടേക്കാണ് എത്തിച്ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.